ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിലൂടെ യാത്ര ചെയ്ത് പമ്പയിലെത്തി തിരിച്ച് ആലപ്പുഴയിലേക്ക് തന്നെ വരുന്ന ഈ യാത്രയുടെ ദൈർഘ്യം 5 മണിക്കൂറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ഈ യാത്ര തുടങ്ങും. ഈ യാത്രയ്ക്ക് ബുക്ക് ചെയ്യാനായി 9400050325 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടാണിത്. മിക്ക ദിവസങ്ങളിലും ഫുള്ളായി യാത്ര ചെയ്യുന്ന ബോട്ടാണിത്. അതുകൊണ്ട് 2-3 ദിവസം മുന്നേ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. AC-യിൽ 600 രൂപയും നോൺ AC-യിൽ 400 രൂപയുമാണ് ഇപ്പോഴത്തെ നിരക്ക്. ഉച്ചയ്ക്ക് കുടുംബശ്രീ ചേച്ചിമാരുടെ ഊണുണ്ട്. അതിനുള്ള ടിക്കറ്റ് ബോട്ടിൽ നിന്ന് ലഭിക്കും. കുട്ടനാടിൻ്റെ കാണാക്കാഴ്ചകൾ നിറഞ്ഞ ഈ യാത്ര വളരെ മികച്ച രീതിയിലാണ് ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത് ഒരു ഗവൺമെൻറ് ബോട്ടായതുകൊണ്ട് വളരെ തുച്ഛമായ റേറ്റിൽ ഈ ബോട്ടിൽ ഉല്ലാസയാത്ര ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തു നിന്ന് തന്നെയാണ് യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് ദൂരയാത്ര കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ വളരെ സൗകര്യമാണ്. കനാലുകളും തോടുകളും ഒക്കെ ധാരാളമുള്ള ഏരിയ ആയതിനാൽ ആലപ്പുഴയ്ക്ക് കിഴക്കിൻ്റെ വെന്നീസ് എന്നൊരു പേര് കൂടിയുണ്ട്. ലോർഡ് കേഴ്സൺ എന്ന ബ്രിട്ടീഷ് പ്രഭുവാണ് ആലപ്പുഴയ്ക്ക് ഈ പേര് നൽകിയത്. ആലപ്പുഴ മേഖലയ്ക്ക് കിഴക്കൻ മേഖലകളിൽ നിന്നും വിളകൾ ആലപ്പുഴയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആലപ്പുഴയിൽ ഒരു തുറമുഖം പണ്ടുകാലത്തുണ്ടായിരുന്നു. തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസാണ് ഇതിന് നേതൃത്വം നൽകിയത്. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി എന്നും അദ്ദേഹത്തിന് അറിയപ്പെടുന്നു. ആദ്യം നമ്മൾ എത്തിച്ചേരുന്നത് പുന്നമട കായലിലാണ്. നെഹ്റു ട്രോഫി കലോത്സവം നടക്കുന്നത് ഇവിടെയാണ്. പുന്നമട കായൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേമ്പനാട് കായലിലെത്തി അവിടുന്ന് പമ്പാനദിയുടെ ഒരു ഭാഗത്തിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് എത്തിച്ചേരുന്നത്. ബോട്ടിൽ കയറിയാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തുമ്പോൾ അവിടുന്ന് കുടുംബശ്രീ ചേച്ചിമാർ ഉച്ചഭക്ഷണവുമായി ബോട്ടിൽ കയറും. വേണമെങ്കിൽ ചായ, സ്നാക്സ് ഇതൊക്കെ നമുക്ക് കഴിക്കാം. നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുന്ന പുന്നമട കായലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇവിടെയാണ് വള്ളംകളി വന്ന് അവസാനിക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റ് എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ കാണുന്ന ഗോൾഡൻ കളർ പ്രതിമ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമയാണ്. 100 കണക്കിനുള്ള ഹൗസ് ബോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 10,000-ലധികം പേർ ഒരു ദിവസം ഈ കായൽ ഉല്ലാസയാത്രയ്ക്കായി ഹൗസ് ബോട്ടുകൾ ഉപയോഗിക്കുന്നതായി സംസ്ഥാന സർക്കാർ പറയുന്നു. ഇതിനായി ദിനപ്രതി 2000-ഓളം ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയിൽ സർവീസ് നടത്തുന്നു. 1200 മീറ്ററാണ് വള്ളംകളിയുടെ ട്രാക്കായി കണക്കാക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ചയാണ് ഇത് ആഘോഷിക്കുന്നത്. 1952-ൽ ജവഹർലാൽ നെഹ്റു വള്ളംകളി കാണാൻ വന്നിരുന്നു. അന്ന് ജയിച്ച വള്ളംകളി ടീമിനെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയ ഒരു വലിയ കപ്പ് ആലപ്പുഴക്കാർക്കായി അയച്ചു കൊടുത്തു. ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. മനോഹരമായ ഒരു നടപ്പാലം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലുമാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് 6 നദികളാണ് ഈ കായലിലേക്ക് ഒഴുകി വരുന്നത്. പമ്പ, മീനച്ചൽ, അച്ചൻകോവിൽ, മണിമല, മൂവാറ്റുപുഴ, പെരിയാർ. കേരളത്തിൻ്റെ മുഖ്യ മത്സ്യം കരിമീൻ കുട്ടനാടിൻ്റെ ഒരു തനത് മത്സ്യ വിഭവമാണ്. ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു വസ്തു പൊന്തിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ലൈഫ് ബോയ് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഒരു നാഷണൽ വാട്ടർവേയിലാണ്. നാഷണൽ വാട്ടർവേ 3 ഇത്. കൊല്ലം മുതൽ
കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്നു ഈ ജലപാത. ഈ ലൈഫ് ബോയ് ഈ വാട്ടർവേ അതിരുകൾ കാണിച്ചു തരുന്നതാണ്. ഇടത് വലത് ഭാഗത്തായി ഓറഞ്ച് നിറത്തിലും പച്ച നിറത്തിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഇടയിലൂടെ വേണം ബോട്ടുകൾക്ക് സഞ്ചരിക്കാനായിട്ട്. രാത്രി കാലങ്ങളിൽ ഇവ സ്വയം പ്രകാശിക്കും. പാട്ടും ഡാൻസും ഒക്കെയായി ഒരു അടിപൊളി ഉല്ലാസയാത്രയാണ് ഇത്. വേൽമുരുകന്റെ പാട്ടൊക്കെ വെച്ച് ഒരു സൂപ്പർ യാത്രയായിരുന്നു ഇത്. ഇതാണ് നേരത്തെ പറഞ്ഞ പച്ച നിറത്തിലുള്ള ലൈഫ് ബോയ്. ബോട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു സൈഡിൽ പച്ചയും മറ്റേ സൈഡിൽ ഓറഞ്ചും കാണാൻ സാധിക്കും. ഇതാണ് അതിർത്തി നിർണ്ണയിക്കുന്നത്. ബോട്ടിന്റെ ഫ്രണ്ടിൽ നിന്നെടുത്ത വ്യൂ ആണിത്. കായൽ സൗന്ദര്യം ശരിക്ക് ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണിത്. ആ കാണുന്നതാണ് പാതിരാമണൽ ദ്വീപ്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാതിരാമണലിൽ എത്തിയിരിക്കുന്നു. പാതിരാമണലിൽ ഇറങ്ങിയ വഴിക്ക് തന്നെ ഉടുമ്പിനെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഇവിടെ 50 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഒരുപാടൊന്നും പ്രതീക്ഷിച്ച് നമ്മൾ പോകരുത്. വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും നല്ല സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. കുറച്ച് നടന്ന് പക്ഷികളുടെയും മരങ്ങളുടെയും ഒക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു വരാം. 1-2 കടകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി ചെറിയ പാർക്കിന്റെ സൗകര്യമൊക്കെ ഇവിടെ ഈ ഭാഗത്തുണ്ട്. പാതിരാമണൽ കണ്ട് തിരിച്ച് ബോട്ടിൽ കയറി കുടുംബശ്രീ ചേച്ചിമാരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. സ്ഫടികം സിനിമയുടെ ഒരു ലൊക്കേഷനാണിത്. ഈ പള്ളി കാണുന്നത് മോഹൻലാലിനെ തൊരപ്പൻ ഭാസ്കൻ കുത്തിയിട്ട് കടലിലേക്ക് ചാടുന്ന സീൻ ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. കുട്ടനാട് പ്രദേശമാണ് ഈ കാണുന്നത്. കേരളത്തിൻ്റെ നെല്ലം എന്ന് പറയുന്ന പ്രദേശമാണിത്. 10,000-കണക്കിന് ഹെക്ടറിലാണ് നെൽകൃഷി ഇവിടെ നടക്കുന്നത്. ഒരുപാട് തെങ്ങിൻ കള്ളുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. റിവേഴ്സ് ഇറിഗേഷൻ നടക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥലം. ലോകത്ത് തന്നെ 2 സ്ഥലത്താണ് റിവേഴ്സ് ഇറിഗേഷൻ ഉള്ളത്. അതിലൊന്നാണ് ഈ സ്ഥലം.
കൃഷിസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം പുറത്തേക്കാണ് ഇവിടെ ഒഴുക്കി വിടുന്നത്. അതാണ് റിവേഴ്സ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3 മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. പുറപ്പെട്ടാൽ അതിന്റെ ജലഗതാഗത ഡിപ്പാർട്ട്മെന്റ് നിയമപ്രകാരം ഇതിന്റെ പൂർണ്ണ ചുമതല ബോട്ട് മാസ്റ്റർ തസ്തികയിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്കാണ്. നിങ്ങളോട് രാവിലെ വന്ന് ടിക്കറ്റ് നൽകി പൈസയൊക്കെ വാങ്ങിച്ച ആ വ്യക്തിക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSCയിലൂടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഈ തസ്തികയിലേക്ക് ജലഗതാഗത വകുപ്പിലെ ബോട്ട് മാസ്റ്റർ തസ്തികയിലേക്ക് പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്ന് കേരളത്തിൽ ആദ്യമായി നിയമിതയായ വനിത കൂടിയാണ് ബഹുമാനപ്പെട്ട സിന്ധു മാഡം. സിന്ധു മാഡത്തിനൊരു കൈ കൊടുക്കും. താങ്ക് യു സോ മച്ച്. ഇനിയുള്ളത് ഈ ബോട്ടിന്റെ ക്യാപ്റ്റനാണ്. നമ്മൾ ഇത്രയും പേര് 130ഓളം കുടുംബശ്രീ ചേച്ചിമാരും ഞങ്ങൾ ജീവനക്കാർ ഉൾപ്പെടെ 130ഓളം ജീവനുകളാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. എന്റേതുൾപ്പെടെയുള്ള ജീവൻ 5 മണിക്കൂർ സമയമായിട്ട് നമ്മുടെ ക്യാപ്റ്റന്റെ കയ്യിലായിരുന്നു. നമ്മുടെ ഈ ബോട്ട് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട് നമ്മളെ മനോഹരമായ കായൽ കാഴ്ചകൾ കാണിച്ച് നമ്മളെ ആടാനും പാടാനും ഒക്കെ സഹായിച്ച് സുരക്ഷിതമായി ആലപ്പുഴയിലേക്ക് തിരിച്ചിറക്കുന്ന ഏറ്റവും സൗമ്യമായ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഞങ്ങൾ ജീവനക്കാർ സഹപ്രവർത്തകരോടും വരുന്ന ഗസ്റ്റുകളോടും ഏറ്റവും സൗമ്യമായ രീതിയിൽ സംസാരിക്കുകയും ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ടൂളിംഗ് ക്യാപ്റ്റൻ എന്ന് പറയാവുന്ന പ്രിയപ്പെട്ട അനൂപ് സാർ എന്ന് പറയാമോ? പ്ലീസ് നല്ലൊരു കൈയ്യടി കൊടുക്കൂ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട ക്യാപ്റ്റൻ അനൂപ് സാർ സ്വഭാവം കൊണ്ട് അദ്ദേഹത്തെ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവരും സൗമ്യമായും ഇടപെടുന്ന ഒരു ആള് കൂടിയാണ് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ അനൂപ് സാർ. ഇനിയുള്ളത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. ഈ നമ്മളിപ്പോൾ ഇരിക്കുന്നതും നിൽക്കുന്നതുമായ പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോമിന് അടിയിലാണ് ഈ ബോട്ടിന്റെ ഭാഗം തന്നെയാണ്, വെള്ളത്തിലാണ് വിവിധ അറകളാണ്. ഈ അറയിലാണ് ഇതിന്റെ പ്രധാനമായ ഭാഗങ്ങളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ബോട്ടിന്റെ എഞ്ചിൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് അവിടെയാണ്. നമ്മളിവിടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യുമ്പോൾ വിവിധ മാൻഹോളുകൾ വിവിധ ഭാഗങ്ങളിൽ, ആ മാൻഹോളുകളൊക്കെ വഴി ഇറങ്ങി താഴെ ചെന്ന ഒരാള്, നമ്മളിവിടെ ആട്ടവും പാട്ടും അടക്കം ഒരാൾ ഇതിനൊക്കെ താഴെ ചെന്ന് ആ എഞ്ചിനൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തി ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ പരിഹരിച്ച് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ജോലി ഏറ്റവും എഫിഷ്യന്റ് ആയി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളിൽ ഒരാളാണ് പ്രിയപ്പെട്ട രജീഷ് സാറ്. രജീഷ് സാർ നിങ്ങൾ വരാമോ പ്ലീസ്? നല്ലൊരു കൈയ്യടി കൊടുക്കും. ഇനിയുള്ളത് താങ്ക് യു സോ മച്ച്. ഇനിയുള്ളത് സുരക്ഷാപരമായ സേഫ്റ്റി വിഭാഗമാണ്. അതിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട ജോഷി സാറാണ്. എനിക്കും അതിന്റെ ചുമതലയാണ്. ജോഷി സാറിനും ഒരു കൈയ്യടി. നിങ്ങളുടെ സുരക്ഷാപരമായ കാര്യങ്ങളും ഗസ്റ്റ് റിലേഷനുമായി ബന്ധപ്പെട്ട ചുമതലയാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത്. എനിക്കും അതിന്റെ ചുമതലയാണ്. ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരാണ്. അവർ നൽകിയ ഭക്ഷണം നിങ്ങളുടെ മനസ്സും വയറും നിറച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മിനി ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് കുടുംബശ്രീ. മിനി ചേച്ചി ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. മിനി ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് കുടുംബശ്രീ പ്രവർത്തകർ. അവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കുമോ? കൈയടിക്കാൻ പറഞ്ഞ് ഞാനൊരു കൈയടിച്ച് ഇതൊരു കോർ പരിപാടി ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കൈയടി കൂടി അടിക്കണം. അയാളുടെ പേര് ഹേമചന്ദ്രൻ എന്നാണ്. അത് ഞാൻ തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സാധാരണ ഒരു ഗവൺമെന്റ് സർവീസിന്റെ ഒരു ന്യൂനതയും പറയാൻ കഴിയാത്ത വിധത്തിൽ ഈ യാത്ര ഞങ്ങൾക്ക് തന്ന ശ്രീ ഹേമചന്ദ്രൻ സാറിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും വലിയ നന്ദി. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വയ്ക്കണേ. അടുത്ത യാത്രയുടെ വിശേഷവുമായി ഉടനെ തന്നെ നമുക്ക് കാണാം. ഗുഡ് ബൈ.